മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഇപ്പോൾ ഊറിച്ചിരിക്കുന്നുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കുന്നതിന് മുമ്പ് കെട്ടിപ്പൊക്കിയ ഒരു സമരമുണ്ട്. നിയമസഭാ സമ്മേളനം വലിയ കലുഷിതമാക്കാൻ, വലിയ ചർച്ചയാക്കി മാറ്റാൻ ഒക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു സമരം. ആ സമരം മറ്റൊന്നുമല്ല, ആശാ വർക്കർമാരുടെ സമരമാണ്. ആ സമരം മനോഹരമായി പൊളിച്ചു കൊടുത്തു കേന്ദ്രമന്ത്രിയായ BJP നേതാവായ സുരേഷ് ഗോപി. അത് കണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ ജോർജും ഊറി ചിരിക്കുന്നത്. സഭ ആരംഭിക്കുമ്പോൾ, പുനരാരംഭിക്കുമ്പോൾ സഭയിലെ ഭരണപക്ഷ MLA-മാർ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ കഷ്ടപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അവർക്കും കിട്ടി നല്ല ഒരു വടി, പ്രതിപക്ഷത്തെ ആഞ്ഞടിക്കാൻ. അതാണ് സുരേഷ് ഗോപി ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ കൊടുത്തത്. എന്താണ് പറയുന്നത് എന്നല്ലേ? ഇത് തെളിയിക്കാൻ രണ്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടാൽ മതി. ഒന്ന് കഴിഞ്ഞ ദിവസം നടന്നത്, മറ്റൊന്ന് തൊട്ടടുത്ത ദിവസം നടന്നത്. ആദ്യം നൃത്തമായിരുന്നു സുരേഷ് ഗോപിയുടെ. സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിക്കാൻ വരുന്നു, പാട്ടുപാടി സ്വീകരിക്കുന്നു സുരേഷ് ഗോപിയെ, നൃത്തം ചെയ്യുന്നു സുരേഷ് ഗോപി. അതിനുശേഷം മാധ്യമങ്ങളോട് രണ്ട് വാക്ക് പറയുന്നുണ്ട് സുരേഷ് ഗോപി. അവിടെയാണ് അതിൻ്റെ ക്ലൈമാക്സ്. കാണാം. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം, ആവശ്യപ്പെടാം. അല്ല, ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത ഒരു സൂചനയാണ്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഞാനല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും. ഇത് ആദ്യ ദിവസം നടന്നതാണ്. ഇത് സംബന്ധിച്ച് വാർത്തകളൊക്കെ വന്നതുമാണ്. അപ്പോഴും സുരേഷ് ഗോപിക്ക് മനസ്സിലായില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. BJP നേതാക്കളെങ്കിലും സുരേഷ് ഗോപിയോട് പറയണ്ടേ? അവരും പറഞ്ഞില്ല. മണ്ടൻ ഡാൻസ് ചെയ്യട്ടെ എന്ന് BJP നേതാക്കൾ വിചാരിച്ചോ എന്ന സംശയം ഉയരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് കാര്യം പിടികിട്ടിയിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ എല്ലാം കൈവിട്ടു പോയിരുന്നു. രണ്ടാം ദിവസത്തെ സീനും കൂടി കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും പ്രേക്ഷകർക്ക്. അതും കൂടി കാണാം. നഡ്ഡാജിയായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സംസാരിച്ച് എന്താണെന്ന് നോക്കണം. ഇത് എവിടെയൊക്കെ ഇങ്ങനെയുള്ള സമരങ്ങൾ നടക്കുന്നു, ഒരു പരിഹാരം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ ഇനിയൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. സംസ്ഥാന സർക്കാർ പറഞ്ഞത് എന്താണ്? കേന്ദ്ര സർക്കാരാണ് ആശാ വർക്കർമാർക്ക് ആനുകൂല്യം നൽകേണ്ടത്. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല, എന്നിട്ടും സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട്. അതുകൊണ്ട് സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലാണ്. കേന്ദ്ര സർക്കാരിന് എതിരെയാണ്, സംസ്ഥാനത്തിന് എതിരെയല്ല എന്നാണ്. ഇതൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി വരുന്നത്. സുരേഷ് ഗോപി വന്ന ഉടനെ പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയാം. കേന്ദ്ര സർക്കാരാണ് തരേണ്ടതെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാം. ഇന്ന് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇക്കാര്യം നദ്ദയുമായി സംസാരിക്കാം, നാളെ തന്നെ ദില്ലിയിലേക്ക് പോവുകയാണ്, വേണമെങ്കിൽ പ്രധാനമന്ത്രിയെയും കാണാം എന്ന്. അതോടുകൂടി സംഭവം അല്ലെങ്കിൽ പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലായി. ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് എല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്തു. ഈ സമരം തീർക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന് ഇതോടുകൂടി വെളിച്ചത്താവുകയും ചെയ്തു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഭരണപക്ഷ MLA-മാരും CPIM നേതാക്കളും പ്രവർത്തകരും LDF നേതാക്കളും ഒക്കെ ഊറിച്ചിരിക്കുന്നത്. വലിയ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാം എന്നൊക്കെ കരുതിയാണ് ചെറിയ പന്തൽ കെട്ടി സമരം തുടങ്ങിയത്. മാധ്യമങ്ങളാണെങ്കിൽ എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തു. എന്നാൽ അവസാനം എത്തി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിൽ. എല്ലാ ഒരുക്കങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വണ്ടി കയറാൻ ഒരുങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസ് MLA-മാർക്ക് ഇപ്പോൾ നിരാശയാണ്. അവർക്ക് കൈവിട്ടു പോയ ഒരായുധം അത് പോയല്ലോ എന്ന ദുഃഖമാണ്. ഇത് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്.